അപ്പോഴേ എങ്ങോട്ടെങ്കിലും നമ്മളൊന്ന് പോകണമെന്ന് വിചാരിക്കുമ്പോൾ ഇതുപോലെ ഓടിപ്പാഞ്ഞ് കിടന്ന് ചാടി നമ്മൾ ഡ്രസ്സ് തപ്പുന്ന നിങ്ങളിൽ ആരെങ്കിലും ഉണ്ടോ? ഒന്ന് ഒരു ഷാൾ എടുക്കുക, ചുരിദാറിൻ്റെ ഷാൾ എടുക്കുക, അല്ലെങ്കിൽ ഒരു ബ്ലൗസ് എടുക്കുക, അല്ലെങ്കിൽ ഒരു പാവാട എടുക്കുക. ഈ തപ്പി നടക്കുന്നതായിട്ട് നമ്മളെല്ലാവരും ഉണ്ടാവും ഇല്ലേ? അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു മാറ്റം വേണ്ടേ? അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഡ്രസ്സുകൾ ഒന്ന് തിരഞ്ഞെടുക്കാനായിട്ട് നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണെന്ന്. അപ്പോൾ ഇതുപോലെ നമുക്ക് സാരി അടുക്കി വെക്കാം. അതിനടുത്ത് തന്നെ നമുക്ക് ബ്ലൗസുകളെല്ലാം ഒരു തട്ടിൽ നമുക്ക് അടുക്കി വെക്കാം. എന്നാലും ചിലപ്പോൾ നമ്മൾ ഓടിച്ചെന്നെടുക്കുന്ന സമയത്ത് ഇതൊക്കെ താഴെ വീഴാറുണ്ട്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇതേപോലെ ചെയ്യാം, ഹാങ്കറിൽ തൂക്കിയിടാം സാരിയും അതിന് മാച്ച് ചെയ്യുന്ന ബ്ലൗസും. പാവാടയൊക്കെ അതിനടിയിൽ തട്ടിൽ തന്നെ നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പം ഇതേപോലെ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലും എളുപ്പത്തിൽ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ വഴിയുണ്ട്. അപ്പം നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ഞാനിവിടെ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്ത് വരുത്തിയതാണ് ഈ സ്റ്റോറേജ് ബാഗ് എന്ന് പറയുന്നത്. ഒരു 5-6 ഞാനിവിടെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം ഇതിൽ നമുക്ക് നല്ല സിബുണ്ട്, അതുപോലെ തന്നെ നമുക്ക് കാണാം അതിനുള്ളിൽ എന്താണ് ഇരിക്കുന്നതെന്ന്. അപ്പോൾ നമ്മൾ ഇതിനകത്തിൽ സ്റ്റോർ ചെയ്ത് നമുക്ക് വെച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിന് സ്ഥലമുണ്ട്. നമ്മുടെ ബ്ലൗസ്, പാവാട ഒക്കെ നമുക്ക് നന്നായിട്ട് വെച്ച് കൊടുക്കാൻ പറ്റുമേ. അപ്പോൾ നമ്മൾക്ക് സാരിക്ക് മാച്ച് ചെയ്യുന്ന ബ്ലൗസുകളെല്ലാം എല്ലാ സാരിക്കും നമുക്ക് വിത്ത് ബ്ലൗസ് നമ്മൾ തയ്ച്ച് വെക്കുന്നതായിരിക്കും. എന്നാലും നമ്മൾ എവിടെയെങ്കിലും പെട്ടെന്നൊന്ന് ഓടിപ്പോകാൻ നോക്കുമ്പോഴത്തേക്ക് ബ്ലൗസ് ഒരിടത്ത്, സാരി ഒരിടത്ത്, അണ്ടർസ്കേർട്ട് ഒരിടത്ത്, അങ്ങനെയാകും കിടക്കുന്നത്. ഒരു ചുരിദാർ ഇടാമെന്ന് വിചാരിച്ചാൽ ഷാൾ ഒരിടത്ത്, അതിൻ്റെ ബോട്ടം ഒരിടത്ത്, അങ്ങനെ പലതും ഇങ്ങനെ കിടക്കില്ലേ. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഓരോ സ്റ്റോറേജ് ബാഗിലേക്ക് നമ്മുടെ ബ്ലൗസുകളെല്ലാം ഇങ്ങനെ അങ്ങോട്ട് അടുക്കി നമ്മുടെ സാരി എവിടെ നമ്മൾ വെക്കുന്നോ അതിന് അടുത്തായിട്ട് തന്നെ നമുക്ക് ഈ ബാഗ് എടുത്ത് വയ്ക്കണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് സാരിക്ക് മാച്ച് ചെയ്യുന്ന ബ്ലൗസുകളിടാം. അതുപോലെ തന്നെ നമ്മുടെ പാവാടകളൊക്കെ ഇതുപോലെ ഒരു ബോക്സിൽ, അപ്പം ഓരോന്നിനും നമുക്ക് ഓരോ ബോക്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ കിടന്ന് തപ്പേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇത് നമ്മൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിൽ ഇതുപോലെ ചെയ്തു വെക്കാം. അതുപോലെ നമ്മൾ ഷിഫോൺ സാരികൾ നമുക്ക് അടുക്കി അലമാരി വെച്ചാൽ താഴെ പോകുന്നതല്ലേ, അങ്ങനത്തെ സാരികളുമൊക്കെ ഇങ്ങനെയൊന്ന് വെച്ച് കൊടുക്കാം. അതുപോലെ നമ്മൾ അമ്പലത്തിലേക്ക് കൊണ്ടുപോകുന്ന സെറ്റും മുണ്ടും, സെറ്റ് സാരികൾ, അതിനായിട്ട് സെപ്പറേറ്റ് ഒരു സ്റ്റോറേജ് ബാഗ് ഇങ്ങനെ കരുതിയിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് നമുക്ക് നമ്മുടെ അലമാരിക്കകത്ത് ഇതേപോലെ നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഓരോ തട്ടിലും നമ്മൾ പെട്ടെന്ന് ചെന്നിട്ട്, അപ്പോൾ നമ്മൾ സാരിയും ബ്ലൗസും പാവാടകളും മാത്രം ഒരു അലമാരിയിൽ വയ്ക്കുക. നമ്മുടെ ചുരിദാറും ഷാളും ഒക്കെ വേറെ അലമാരിയിൽ വെക്കുക. എന്തായാലും നമ്മുടെ വീട്ടിലൊരു 3-4 അലമാരി കാണും. എത്ര അലമാര ഉണ്ടെങ്കിലും നമുക്ക് തികയില്ല. പിള്ളേർക്ക് അലമാരയിൽ കൂടെ നമ്മൾ എടുത്ത് വയ്ക്കും. അപ്പോൾ ഞാൻ സാരിയുടെ അടിയിൽ, സാരി വെച്ചിരിക്കുന്ന തട്ടിൻ്റെ അടിയിലായിട്ടാണ്. ഇപ്പോൾ ഇങ്ങനെ വേണമെങ്കിലും നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം. ഒരു സാരി എടുത്തിട്ട് അതിൻ്റെ കൂടെ ഒരു ബ്ലൗസ് എടുത്ത് വെച്ച് കൊടുക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും ബ്ലൗസ് നമുക്ക് തപ്പി നടക്കേണ്ടി വരില്ല. അതപ്പം ഒരുപാട് അങ്ങനെ വെക്കാൻ പറ്റില്ല. ഇതുപോലെ സ്റ്റോറേജിൽ വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പം എല്ലാവരും ഇതുപോലെ തന്നെ ഒന്ന് അടുക്കി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കിടന്ന് തിരയേണ്ടതായ ആവശ്യം വരുന്നില്ല. ആവശ്യാനുസരണത്തിൽ നമുക്ക് പെട്ടെന്നൊരു സാരിയും അതിൻ്റെ ബ്ലൗസും ഒക്കെ എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഷാളുകൾ കൂട്ടിയിടാതുണ്ട്, അലമാരിയിൽ ഇങ്ങനെ മടക്കി വെക്കാതെ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിക്കേ. നല്ല ഭംഗിയിൽ നമുക്ക് നമ്മുടെ കബോർഡ് തുറന്ന് നോക്കുമ്പം നല്ല രീതിയിൽ കിടക്കുകയും ചെയ്യും. നമുക്ക് ചുരിദാറിന് മാച്ച് ചെയ്യുന്ന ഷോൾ എടുത്ത് നമുക്ക് ഇട്ടുകൊണ്ട് പെട്ടെന്ന് പോകുവാനും പറ്റും. അപ്പോൾ നമ്മൾ കൂടുതലും സാരിയേക്കാൾ കൂടുതലും ഉപയോഗിക്കുന്നത് ചുരിദാറായിരിക്കുമല്ലോ. പെട്ടെന്ന് എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചുരിദാറൊക്കെ ഇട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ ഷാൾ തപ്പി നടന്നു തന്നെ നമ്മുടെ സമയം ഒരുപാട് പോകും. അപ്പം ഇതുപോലെയൊക്കെ നമ്മൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നമുക്ക് സമയം ലാഭിക്കാനും പറ്റും. നമുക്ക് നമ്മുടെ കബോർഡൊക്കെ ഒന്ന് തുറന്ന് നോക്കി കഴിയുമ്പോഴത്തേനും നല്ല വൃത്തിയായിട്ട് ഇത് കിടക്കുന്നതും കാണും. നമ്മുടെ മനസ്സിനും നല്ലൊരു സുഖം കിട്ടും. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, ഇഷ്ടമായെങ്കിൽ കമൻറ്റ് പറയണേ. ബൈ.